ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഋതികേനെയും പല്ലവിനെയാണ്. അപ്പം അച്ചുവും ഹരിയുണ്ട് കേട്ടോ. അപ്പം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പല്ലവിയോട് തട്ടിക്കയറുകയാണ് ഋതു. ബിസിനസിന്റെ ബാലപാഠം എന്താന്ന് നിനക്കറിയോ? അതെങ്ങനെയാ കിട്ടിയ സ്വത്ത് തൂർത്തടിച്ച് വക മാറ്റി ചെലവഴിച്ച് അതിനെ നഷ്ടത്തിലാക്കാനല്ലാതെ അതെന്താന്ന് പോലും നിനക്കറിയില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കാണ്. ബിസിനസ് ഈസ് എ ആർട്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് പല്ലവി. അത് മനസ്സിലാവണമെങ്കിൽ നിന്നെ പോലെ അപ്സ്റ്റെയർ വേക്കന്റ് ആയിരിക്കരുത്. ഡീ ഡീന്നോ? ടീച്ചർ ടീച്ചർ ആ ബഹുമാനം വേണം നിനക്ക് വിളയില് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ദേ, നീ എന്റെ മുന്നിൽ കിടന്ന ആള് കളിച്ചാൽ ഞാൻ തിരിച്ചു പറയും. എനിക്ക് ഒരുത്തേയും പേടിയില്ല, പ്രത്യേകിച്ച് നിന്നെ എന്ന് ഋതികയോട് അങ്ങ് പറഞ്ഞു കേട്ടോ. അപ്പൊ ഋതു ആകെ കാലി പൂണ്ടിങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പൂർണിമാമ അങ്ങോട്ടേക്ക് വരുന്നത്. അമ്മേ, ഞങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ മതി ഈ വീട്ടില് എന്ന് പറഞ്ഞു. ഇവള് വീട്ടില് വേണ്ട. പല്ലവി ഈ വീട്ടില് എവിടെയും പോകുന്നില്ല, പിന്നെ നീയും പോവില്ല. അമ്മ എന്തിനാമ്മ ഇവളെ പേടിക്കുന്നത്? എനിക്ക് ആരെയും പേടിയില്ല, പക്ഷെ കടപ്പാടുണ്ട്, നന്ദിയും എന്ന് പറയണം. അതെ, നിനക്കറിയോ? എങ്കിൽ കേട്ടോ, അച്ചുവിന്റെ കല്യാണം നടന്നത് സേതുമാധവൻ കടം വാങ്ങിയ കാശുകൊണ്ടൊന്നുമല്ല, ഇവള് കടം വാങ്ങിയ കാശുകൊണ്ടാ എന്ന് പൂർണിമ ഇങ്ങനെ പറയാണ്. അതുകൊണ്ടാ ഈ കല്യാണം നടന്നത്. ഇത്രയും വലിയ തുക കൊള്ളപ്പലിശക്കെടുത്ത് കല്യാണം നടത്താൻ തയ്യാറായെങ്കിൽ ആ സ്നേഹത്തെ ബഹുമാനിക്കാനുള്ള വലിയ മനസ്സ് നമ്മളും തിരിച്ചു കാണിക്കണ്ടേ എന്ന് ഋതുവിനോട് ഇങ്ങനെ ചോദിക്കാണ്. അപ്പം പല്ലവിക്ക് സന്തോഷമായി. അപ്പൊ ഞാൻ ഇവളുടെ മുന്നില് പഞ്ചപുച്ഛം അടക്കി നിൽക്കണം എന്നാണോ അമ്മ പറയണത്? നീ ആണെങ്കിൽ നടത്തുമായിരുന്നോ ഈ കല്യാണം കടം വാങ്ങിച്ച്? അമ്മയ്ക്ക് നാണമില്ലല്ലോ. അതെ, എവിടുന്നോ കയറി വന്ന ഒരുത്തിയുടെ ദയ കൊണ്ട് സ്വന്തം മോളുടെ കല്യാണം നടത്തി എന്ന് പറയാനായിട്ട് ഇത് പൊന്നുമടവാ. ബിസിനസ്സില് സ്ട്രൈക്കോൺ എന്ന് പറയുന്നത് നമ്മുടെ മാധവ മേനോന്റെ വീട്, മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും മിണ്ടാ നിക്ക. എല്ലാം അമ്മയുടെ കുഴപ്പമാ. കല്യാണം നടത്താനുള്ള ചുമതല മുഴുവൻ ആ സേതുമാധവനെയാണല്ലോ അമ്മ ഏൽപ്പിച്ചത്. അതിന്റെയാ ഇപ്പൊ കടന്ന് അനുഭവിക്കുന്നത്. ആ, പറഞ്ഞിട്ടെന്താ, ഗ്രഹണകാലവാ, ഞാനൂലനും ചിലപ്പോ വിഷം കാണും എന്ന് ഹരിയെ നോക്കി ഇവളൊരു വാക്യ വർത്തമാനം അങ്ങ് പറഞ്ഞു കേട്ടോ. ഋതു, കടം വാങ്ങിച്ച് കല്യാണം നടത്തിയത് കൊണ്ട് ഇനിയിപ്പോ ഞങ്ങളൊക്കെ ഭരിച്ചു കളയാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ എന്ന് പറഞ്ഞു. എന്നെ കിട്ടില്ലതിന് എന്ന് പറഞ്ഞ് നിന്ന് തരില്ല ഞാൻ. ഇത് ഋതികയാ, ഓർത്തോ എന്ന് പറഞ്ഞ് ഋതു അങ്ങോട്ടേക്ക് കേറിപ്പോയേ. അപ്പൊ നേരെ പൂർണിമാമ പല്ലവിയുടെ അടുത്ത് വന്നിട്ട് അവള് പറയുന്നു, ഒന്നും മോള് കാര്യാക്കണ്ട കേട്ടോ. നീ എന്നും എന്റെ മോള് തന്നെയാ, അതില് ഒരു മാറ്റം ഉണ്ടാവില്ല കേട്ടോ, വാ എന്ന് പറഞ്ഞോണ്ട് പല്ലവിയെ ചേർത്ത് പിടിച്ചു. ഇത് കണ്ടപ്പോ അച്ചുവിന് ശരിക്കും സങ്കടമായി കേട്ടോ. വല്ലാത്തൊരു വിഷമമൊക്കെ വന്നു അച്ചുവിന്. അമ്മ മാറ്റി നിർത്തിയിരിക്കുകയാണല്ലോ അച്ചുവിനെ. പിന്നെ കാണുന്നത് നമ്മുടെ പാറുവിനെയാണ്. അപ്പൊ പാറു വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ വിശ്വജിത്തിനെ. അപ്പൊ വിശ്വജിത്ത് അങ്ങോട്ടേക്ക് എത്താണ്. ഷാനി, എത്താൻ വൈകിയല്ലോ. ഷാനിയോ എന്ന് ചോദിച്ചു. ആ, വിശ്വജിത്തിന്റെ പേര് ഞാൻ ഷാനി എന്ന് പറഞ്ഞ എന്താ പറയാ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അമ്മയ്ക്കും അച്ഛനും സംശയം തോന്നരുതല്ലോ. നല്ല പേരല്ലേ ഷാനി? പിന്നെ നല്ലൊരു ഉഗ്രം പേര് തന്നെയാ. ആ, ഇനിയിപ്പോ മുതല് വേണമെങ്കിൽ നേരിട്ട് കാണുമ്പോഴും ഷാനി എന്ന് വിളിച്ചാൽ മതി. അത്രയ്ക്ക് വേണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവര് ഭയങ്കര സന്തോഷത്തിലാ. എന്തായി ആ ബാംഗ്ലൂർ കമ്പനിയുടെ പ്രപ്പോസല്? ആപ്ലിക്കേഷൻ അയച്ചോ? ഓ, ആ മറുപടി ഒന്നും വന്നിട്ടില്ല. ജോലി കിട്ടിയാലും അച്ഛൻ വിടുവോന്നാ സംശയം. അമ്മ ഒരിക്കലും സമ്മതിക്കില്ല. പിന്നെ ആകെയുള്ള പ്രതീക്ഷ ചേച്ചിയാ. ചേച്ചിക്ക് എന്നെ മനസ്സിലാവും, അതാ എനിക്കൊരു സന്തോഷം. ചേച്ചി പറഞ്ഞാൽ സമ്മതിക്കുവോ? ഇപ്പൊ സമ്മതിക്കും. പണ്ടായിരുന്നെങ്കിൽ ഒരു രക്ഷ ഉണ്ടായില്ലായിരുന്നു. ആ, ഞാൻ എന്തായാലും ഇവിടുന്ന് പോവും. ഏട്ടനും അമ്മയും ഒക്കെ ഉള്ള ആ വീട്ടില് അധികകാലം ഞാൻ നിൽക്കില്ല എന്ന് അവർ തീരുമാനിച്ചു. ബാംഗ്ലൂർ ചെല്ലുമ്പോ താനൂടെ അവിടെ ഉണ്ടെങ്കിൽ ഒരാശ്വാസമായിരുന്നു. അതാ ഞാൻ വരാൻ പറഞ്ഞത്. വരാന്ന് ഞാൻ സമ്മതിച്ചല്ലോ. പിന്നെന്താ, ബാംഗ്ലൂര് പണ്ടേ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലാ. അപ്പൊ പിന്നെ ഇഷ്ടപ്പെടാൻ വേറൊരു കാരണം കൂടിയാണല്ലോ ഷാനി എന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണ്. ഈ സമയത്താണ് മുകുന്ദൻ മാഷ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അപ്പൊ മുകുന്ദൻ മാഷ് നോക്കുമ്പോ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് മാഷ് കാണുന്നത്. എന്നാ നമുക്ക് നടന്നാലോ? ഓ ഷുവർ എന്ന് പറഞ്ഞ വണ്ടിയുടെ താക്കോലൊക്കെ ഊരിക്കൊണ്ട് ഇവര് രണ്ടുപേരോട് ആ വഴിയരികത്തൂടെ ഇങ്ങനെ നടക്കുകയാണ്. സന്ധ്യസമയമായി കേട്ടോ. അപ്പൊ ഇരുട്ടാൻ തുടങ്ങുകയാണ്. അപ്പൊ മാഷ് വേഗം തന്നെ സ്കൂട്ടി എടുത്തുകൊണ്ട് നേരെ പാറുവിന്റെ മുന്നിലേക്ക് ചെന്നു.
വണ്ടി കയറടി എന്ന് പറഞ്ഞു. പാറു പേടിച്ച്, അച്ഛാ ഞാൻ കേറാനല്ലേ നിന്നോട് പറഞ്ഞത്? ഇത്രയും കാലം നീ ഞങ്ങളെ പറ്റിക്കുമായിരുന്നു അല്ലേ? വേണ്ട, ഇവനുമായിട്ട് യാതൊരു ബന്ധവും പാടില്ലാന്ന് നിന്നോട് ഞാൻ പറഞ്ഞു വിലക്കിയിരുന്നല്ലേ? എന്നിട്ടും നിനക്കതനുസരിക്കാൻ പറ്റുന്നില്ല അല്ലേ എന്ന് ചോദിച്ചു. അനുസരിക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ, കേറടി വണ്ടിയില് എന്ന് പറഞ്ഞു. ഇപ്പൊ വേഗം പാറു കേറി. എന്നിട്ട് മാഷ് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോഴേക്കും ഭയങ്കര സങ്കടത്തിലായി വിശ്വം. വീട്ടിലേക്ക് കയറി ചെന്നപ്പോഴത്തേനും അമ്മ അവിടെ ഇരുന്ന് തയ്ക്കുക. ആഹാ, രണ്ടുപേരോട് ഒരുമിച്ചാണല്ലോ, എവിടുന്ന് കിട്ടിയോളെ? പറഞ്ഞു കൊടുക്കടി എവിടുന്ന് കിട്ടിയെന്ന് എന്ന് ചോദിച്ചു. അച്ഛൻ കരുതുന്ന പോലെ ഒന്നും ഇല്ല അച്ഛാ. മിണ്ടി പോവരുത്. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ അഹങ്കാരം കാണിക്കുന്നോ? നിന്റെ ആരടി അവൻ? കൂട്ടുകാരനോ അതോ കാമുകനോ? രണ്ടാണെങ്കിലും ഞാൻ സമ്മതിക്കില്ല. അവനുമായിട്ടുള്ള ഒരു ബന്ധവും നമുക്ക് വേണ്ട. എന്താ മാഷേ എന്ന് ചോദിക്കാണ് വേഗം. എന്തു പറ്റി? ആരുടെ കാര്യമാ? എന്താ പ്രശ്നം? ഞാൻ ആ വിശ്വജിത്തുമായിട്ട് സംസാരിച്ചു നിൽക്കുമായിരുന്നു വഴിയില്. അച്ഛൻ അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പാറു തന്നെ പറയുക. അപ്പോ നീ ഇപ്പോഴും അവനെ കാണാറുണ്ടല്ലേ? അടുത്തൊന്ന് പറഞ്ഞതല്ലേ, അതിന്റെ കാരണം അറിയില്ലേ? എന്നിട്ട് നീ എന്തിനാടി കണ്ടത് എന്ന് ചോദിച്ച ശോഭ അടിച്ച് തല്ലി കരയാൻ തുടങ്ങി കേട്ടോ. ഇല്ലടി, ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോ ഞങ്ങൾ അതിനെ സമ്മതിക്കില്ല. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് കുറ്റാണോ? കുറ്റമാണ് എന്ന് പറഞ്ഞു. അവനൊപ്പം ഉള്ള ഏതൊരു ബന്ധവും അത് കുറ്റം തന്നെയാണ് എന്ന് പറഞ്ഞു. നിനക്കറിയാലോ നിനക്ക് ചരിത്രം. ഇന്ദ്രജിത്ത് അവന്റെ ചേട്ടൻ. ആ ചേട്ടൻ കുറ്റം ചെയ്തതിന് അനിയൻ എന്ത് പിഴച്ചു? മതിയടി, നിർത്ത്. അവന് വേണ്ടി നീ ഒരു വാക്ക് മിണ്ടിയാ കൊന്നു കളയും ഞാൻ എന്ന് മാഷും പറയാണ് കേട്ടോ. മാഷും വട്ടം നിന്നങ്ങ് ഇടഞ്ഞു. തെറ്റെന്നെ തന്നെയാ, നിന്നെ ഞാൻ വിശ്വസിച്ചു. അതാ, ഇനി മതി. ഇനി ഒരു കാര്യത്തില് പഠിത്തവും പാർട്ട്ണർ ജോലിയും ഒക്കെ ഇന്നത്തോടെ നിർത്തിക്കോണം. ഇവിടെ ഇരുന്നാ മതി. നീ സമ്പാദിച്ചു കൊണ്ടുവന്ന് കഴിയേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്കില്ല. പെൻഷനുണ്ട്, അതുകൊണ്ട് ജീവിച്ചോളാം ഞങ്ങള്. എനിക്ക് പഠിക്കണം. വേണ്ട. ജോലിക്കും പോണം. വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു ഇവര്. സ്വന്തം ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ച അവന്റെ അനിയനുമായിട്ട് ഉള്ള അടുപ്പത്തിലായി നീയാ. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. നീ ഇനി ഒരിടത്തും പോണ്ട എന്ന് പറഞ്ഞു. മനസ്സിലായോടി എന്ന് ചോദിച്ചു. എന്തൊരു വിധിയായത് എന്ന് ചോദിച്ച് എന്താ പറയാ, മൂത്തവളുടെ ജീവിതവും പോയി. ഇനിയിപ്പൊ നീ നിന്റെ ജീവിതം കൊണ്ട് കളയാനുള്ള പുറപ്പാടിലാണോ നീ? പറയടി. അതിന് ഞങ്ങൾ സമ്മതിക്കില്ലടി. ഇനി ഞങ്ങളെ ധിക്കരിക്കാനാണെങ്കിൽ, അച്ഛൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഞങ്ങളെ പിന്നെ നീ ജീവനോടെ കാണില്ല എന്ന് പറഞ്ഞു. അതെ, നാണക്കേട് നിനക്കില്ലായിരിക്കോ, പക്ഷെ ഞങ്ങൾക്കുണ്ട്. ആ നാണക്കേട് സഹിച്ച് ഒരു നിമിഷം ഞങ്ങൾ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ശോഭാഗത്തേക്ക് പോയി. കൂടെ മാഷും പോയി കേട്ടോ. അപ്പൊ പാറു കുറേ നേരം പാവം അവിടെ ഇരുന്ന് ഇങ്ങനെ കരയാണ്. പിന്നെ കാണുന്നത് നമ്മുടെ പല്ലവിനെയാണ്. അപ്പൊ പല്ലവി എന്തോ ബുക്സ് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സേതു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. സേതു ചെന്നിട്ട് ആള് സങ്കടത്തിലാണ് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി എന്നിങ്ങനെ പറഞ്ഞു. ഞാനല്ല കല്യാണം നടത്തിയത്, പല്ലവിയാണ് കടമെടുത്ത് കല്യാണം നടത്തിയതെന്നാ എല്ലാവർക്കും മനസ്സിലായി. അയ്യോ സേതുവേട്ടാ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയാറുമില്ല. എന്തായാലും എല്ലാവരും അറിഞ്ഞു. സേതു മാധവൻ എന്ന വല്യേട്ടൻ, ആ ഒരു ഇമേജ് അതൊരു ക്ഷീണമായി എന്ന് പറഞ്ഞു. ആള് സങ്കടത്തിലാട്ടോ ഭയങ്കര. മുണ്ടും മടക്കി കുത്തി മീശയും പിരിച്ച് നടന്ന ഞാൻ ഇപ്പൊ എല്ലാവരുടെയും മുൻപില് ഒന്നും അല്ലാതായിപ്പോയി. അങ്ങനൊന്നും ചിന്തിക്കണ്ട. സേതുവേട്ടന് വേണ്ടിയിട്ടല്ലേ ഞാൻ കടം വാങ്ങിയത്, മറ്റാർക്കും വേണ്ടി അല്ലല്ലോ. ഈ പൂർണിമ നേരമാണ് അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. സേതുവേട്ടൻ ആരുടെ മുന്നിലും നാണം കെടാതിരിക്കണം. അങ്ങനെ നോക്കുമ്പോ കാശ് കടം വാങ്ങിയത് സേതുവേട്ടൻ തന്നെയല്ലേ എന്നിങ്ങനെ പല്ലവി ആശ്വസിപ്പിക്കാണ്. കല്യാണം നടത്തിയതും സേതുവേട്ടൻ തന്നെയാണ്, അതിലൊരു സംശയവും ഇല്ല എന്ന് പറഞ്ഞു. നീ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അത് സത്യമല്ലാതായി മാറാൻ പോകുന്നില്ല ണെന്ന് പറഞ്ഞ നെഞ്ചും വിരിച്ചു നടക്കാൻ ഇവൻ ഒരവകാശവും ഇല്ല എന്ന് പറഞ്ഞു പൂർണിമ. അപ്പം ഇത്ര കഴിവ് കെട്ടവനാണ് ഇവനെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കത്തില്ലായിരുന്നു എന്നാണ് പൂർണിമ. അമ്മ അങ്ങനൊന്നും പറയില്ല. സേതുവേട്ടൻ ഒരുപാട് കഷ്ടപ്പെട്ടു. കിട്ടാതെ വന്നപ്പോഴാ ഇങ്ങനൊരു സാഹസം കാണിച്ചത്. അല്ലാതെ കല്യാണത്തിന് കാശുണ്ടാക്കാൻ പറ്റിയില്ല. ടെക്സ്റ്റൈൽസിന്റെ അവസ്ഥ എന്തായി? ഇപ്പൊ കടം വന്ന് കയറിയില്ലേ? അതിന് കാരണക്കാരൻ ഞാനല്ല, അതിന് ഋതുവാ കാരണക്കാരി. അത് നോക്കി നടത്തേണ്ട ചുമതല നിന്റെ ആയിരുന്നില്ലേ? സൈനിങ് അതോറിറ്റി എന്ന് പറയുന്നത് നീ ആയിരുന്നില്ലേ? എന്തുകൊണ്ട് നീ അവിടുത്തെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി പരിശോധിച്ചില്ല? പറയ എന്ന് പറഞ്ഞു. അപ്പൊ സേതുവിന് ഉത്തരം ഉണ്ടായിരുന്നില്ല. മിണ്ടാതെ നിൽക്കുക, ഉത്തരവാദിത്തം കാണിക്കാതെ മാറി നിന്നിട്ട് പാവം എന്റെ കുട്ടിയെ കുറ്റം പറയുന്നോ?
നീ പൊന്നുമടം നന്നാക്കുവല്ല, നശിപ്പിക്കുക ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാല് അപ്പോഴേക്കും ഹരി അപ്പുറത്തേക്ക് മാറി വന്നു കേട്ടോ. ഹരി ആ സൈഡിൽ ഇങ്ങനെ നിപ്പുണ്ടായിരുന്നു. ദേ നിൽക്കുന്നു അടുത്ത ഒരാള് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഹരിയുടെ കാര്യമായി. അതെ, എന്ന് പറയാനാ ഋതു പറഞ്ഞതില് എന്താ ഇപ്പൊ ഒരു തെറ്റ്? ഞാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല എന്നോ. ശരിക്കും പറഞ്ഞാല് എന്താ എനിക്ക് ദേഷ്യമയ്യ, വന്ന് കാലെടുത്ത് വെച്ചില്ല, എന്റെ സകല ഐശ്വര്യങ്ങളും പോയി കിട്ടി എന്ന് പറയാണ്. അത് മാത്രമല്ല, എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞു. പണ്ട് പൊട്ടിച്ചിരികൾ മാത്രമുണ്ടായിരുന്ന വീടാ, ഇപ്പോഴും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞാണ് പൂർണിമാമ നിൽക്കുന്നത്. അതിനു മുൻപ് ഒന്ന് പോയി തരാമെന്ന് ചോദിച്ചാ അതിനെ സമ്മതിക്കില്ല. എന്റെ ഗതികേട് എന്ന് പറഞ്ഞ തലവിധി അല്ലാതെ എന്ത് പറയാനാ എന്ന് പറഞ്ഞ പൂർണിമാമ തലയ്ക്കൊക്കെ അടിച്ചിട്ട് അങ്ങ് കയറി പോവാണ്. ഇത് കേട്ട് സേതുവിന് ഭയങ്കര സങ്കടമായി കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ വിശ്വജിത്ത് നേരെ പാറുവിന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പാറുവിന് എന്താ സംഭവിച്ചതെന്ന് അറിയാത്തത് കൊണ്ട് നല്ല ടെൻഷൻ ഉണ്ട്. ആള് വീട്ടിൽ വന്ന് കോളിംഗ് ബെൽ അടിച്ചു. ശോഭയാണ് വാതിൽ തുറന്നത്. എന്താ ഇറങ്ങടാ വെളിയില് എന്ന് പറഞ്ഞാണ് അവനെ സ്വീകരിച്ചത്. ഈ വീടിന്റെ മുറ്റത്ത് വരാൻ നിനക്ക് എങ്ങനെയാടാ ധൈര്യം വന്നത്? അമ്മ, ഞാൻ വന്നത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണ മാറ്റാനാ. വെറുതെ അതിനെ ശ്രമിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല, അത് മാറില്ല എന്ന് പറഞ്ഞു മാഷേ ഞാനും പാറു നല്ല ഫ്രണ്ട്സാ, അതിനപ്പുറം ഒന്നുമില്ല മാഷേ. വല്ലപ്പോഴും കാണും, സംസാരിക്കും, അതിനപ്പുറത്തേക്ക് ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല മാഷേ. മൂത്ത മോളുടെ ജീവിതം തൊലച്ചത് നിന്റെ ചേട്ടനാ. അവനെപ്പോലുള്ളൊരു മനോരോഗിയുടെ അനിയനുമായിട്ട് കൂട്ടു വളറി വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ തമ്മിലുള്ള ഫോൺ വിളികളെ കുറിച്ചൊക്കെ എനിക്കറിയാം. എന്റെ മോളെ കാണാൻ പാടില്ലെന്ന് ഞാൻ നിന്നെ വിലക്കിയതല്ലേ, എന്തുകൊണ്ട് നീ അതനുസരിച്ചില്ല? ആ വിലക്കിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഞങ്ങളെ തമ്മിൽ കണ്ടതുകൊണ്ടോ സംസാരിച്ചുകൊണ്ടോ എന്ത് സംഭവിക്കാനാമേ? അത് ഞങ്ങൾക്കിഷ്ടമല്ല. മേലിൽ അവളെ കാണരുത് എന്ന് പറഞ്ഞു. കണ്ടാൽ ആരെയെങ്കിലും കൊണ്ട് ഞാൻ അവളെ കെട്ടിക്കും. അത് നല്ല ഭാവിയുള്ളൊരു കുട്ടി അവള്. ആ ജീവിതം നീ ആയിട്ടില്ലാതാക്കരുത്. അപ്പൊ ഈ സമയത്താണ് പാറു അങ്ങോട്ടേക്ക് വന്നത് കേട്ടോ. അപ്പൊ പാറുനെ കണ്ടപ്പത്തേനും എന്താടി എന്ന് ചോദിച്ചു. വീണ്ടും ശോഭ പാറുവിന്റെ നെഞ്ചത്തോട്ട് കയറുകയാണ്. പാർവതിയെ വീട്ടിൽ വരാൻ വഴക്ക് പറയാതിരിക്കാനാ ഞാൻ ഇവിടെ വരെ വന്നത്. എന്റെ മോളെ വഴക്ക് പറയണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കാം. അതിന് നിനക്കെന്ത് വേണം എന്ന് ചോദിച്ചു. മാഷേ, വീട്ടിൽ വരുന്ന ആളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? എന്താ നീ പറഞ്ഞത്? പിന്നെ എന്നാ അകത്ത് കയറ്റിയിരുത്തി സൽക്കരിക്കാടി? അങ്ങനെ ഒരുത്തനാണല്ലോ വന്നിരിക്കുന്നത്. എന്താ അത് മതിയോ? ഇറങ്ങി പോടാ ഇവിടുന്ന് എന്ന് പറഞ്ഞു. നിന്നെ മുഖം കാണുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് ഇവരിങ്ങനെ മുഖത്ത് നോക്കി ഇവനോട് പറയാണ് കേട്ടോ. അപ്പൊ പാറുവിന് ശരിക്കും സങ്കടമായി. എന്താ പറയണ്ടേ? പാറുവിനും കിട്ടി. സോറി വിശ്വജിത്തെ, സാരമില്ല, അതൊന്നും കുഴപ്പമില്ല. ഇവരിങ്ങനെ പെരുമാറൂ എന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ അത് മാത്രല്ല, പാറുവിന്റെ കാര്യം ഓർക്കുമ്പോ നേരിട്ട് സംസാരിച്ചാ ചിലപ്പോ ആ തെറ്റിദ്ധാരണ മാറിയാലോ എന്ന് വിചാരിച്ചു. മാറില്ല എന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. എന്താണെങ്കിലും പാറു, തന്റെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് ഏറ്റവും സങ്കടമുള്ളത്. ശരിക്ക് വിഷമമുണ്ട് എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ഞാൻ കാരണമാണല്ലോ താൻ ഇങ്ങനെ വെറുതെ വഴക്ക് കേൾക്കുകയും അടികൊള്ളുകയും വേണ്ടെന്നത്. നിന്നോടല്ലേ ഇറങ്ങിപ്പോണ്ടത്, ഇല്ലെങ്കിൽ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ചൂടെടുക്കും എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് പാറുവിനെയാണ് എന്താടി എന്ന് ചോദിച്ച അവളുടെ മിണ്ടിപ്പോതെ കേറിപ്പോടി. ഇവനോടൊക്കെ എങ്ങനെ പെരുമാറണമെന്ന് ഞങ്ങൾക്കറിയാം. വിശ്വജിത്ത് ഇപ്പൊ പൊയ്ക്കോ, കണ്ടില്ലേ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞു. പൊയ്ക്കോ പോ എന്ന് പറഞ്ഞു. അപ്പൊ വിശ്വജിത്ത് ഒന്നും മിണ്ടിയില്ല, ഇറങ്ങിപ്പോവാണ് കേട്ടോ. ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോ പാറു പറയാണ്, ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരമെങ്കിലും കാണിച്ചൂടെ? ഒന്നുമില്ലെങ്കിലും ഒരു സ്കൂൾ മാഷിന്റെ വീടല്ലേ ഇത്, ആ നിലവാരത്തിലെങ്കിലും പെരുമാറിക്കൂടെ? ഞങ്ങളെ നീ കൂടുതൽ സംസ്കാരം പഠിപ്പിക്കണ്ടടി എന്ന് പറഞ്ഞാണ് ശോഭ. സ്വന്തം ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ച ഒരുത്തന്റെ അനിയനുമായിട്ട് കൂട്ടുകൂടി നടക്കുന്നതാണോ ഈ സംസ്കാരം? ഇനി നീ കാണാൻ പാടില്ല, സംസാരിക്കാനും പാടില്ല, മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇതാണ് അച്ഛന്റെ തീരുമാനം, അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആരാണെന്ന് നീ അറിയും എന്ന് പറഞ്ഞാണ് പാറുവിനോട്. എന്നിട്ട് വാതിലൊക്കെ വലിച്ചടക്കിയാണ് ശോഭ. അപ്പൊ പാറുവിനെ സങ്കടമായി, വിശ്വത്തിനും ഭയങ്കര സങ്കടമായി, വല്ലാത്ത വിഷമത്തിലായി രണ്ടുപേരും. ഇനി എന്ത് ചെയ്യുന്ന ഒരെത്തും പിടിയില്ല കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ സേതുവിനെയാണ്. അപ്പൊ സേതു വേണ്ട വാരി കെട്ടി എല്ലാം കൂടെ കെട്ടി പെറുക്കി കെട്ടി പോവാൻ തുടങ്ങുകയാണ്. ാണ് നമ്മുടെ
പല്ലവി കയറി വരുന്നത്. ഇതെന്താ ബാഗിൽ എന്താ പാക്ക് ചെയ്യുന്നത്? ഞാൻ പോവാ പല്ലവി, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. സേതുവേട്ടൻ എന്താ പറയണത്? അതെ, എപ്പോഴും അമ്മ പറയുന്നത് കേട്ടിട്ടില്ലേ, ഇറങ്ങിപ്പോന്ന്. ഇനിയും അത് കേട്ട് എനിക്കിവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ സേതുവേട്ടൻ പോയാലോ ഞാനോ എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ എന്താ പറയാ, പല്ലവിക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാവല്ലോ, പിന്നെന്താ കുഴപ്പം? സേതുവേട്ടനില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാനും വരുവാ. പല്ലവി, എന്റെ അവസ്ഥ താനൊന്ന് മനസ്സിലാക്ക. ഞാൻ പറയുന്നത് എന്താ മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുകയാണ്. സേതുവേട്ടൻ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചു. അല്ല, ഈ സേതുവിന് ആരും വേണ്ടാത്ത ആള് തന്നെയാ ഇപ്പൊ ഈ കുടുംബത്തിലും. അതെ, ഞാന് എന്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാ പൂർണിമാമയെ സ്നേഹിച്ചത്. പക്ഷേങ്കില് പൂർണിമാമ ഇപ്പൊ ഇറങ്ങി പോവാൻ പറയുന്നു. സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയി. അതിനുശേഷം കിട്ടിയപ്പോ ഒരുപാട് സന്തോഷമായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പൊ രണ്ടുപേരും ചെയ്യുന്നത് ഒന്ന് തന്നെയല്ലേ? എന്നെ വേണ്ട, ആർക്കും വേണ്ട. സേതുവേട്ടൻ എന്നെ പറ്റിയും ആ ഒരു ഗ്യാങ്ങിലാണോ കെടുത്തിയിരിക്കുന്നത് എന്ന് പല്ലവി ചോദിക്കുകയാണ്. പല്ലവി, പ്ലീസ്, നീ എന്നെ ഇന്ന് മനസ്സിലാക്ക. എന്ത് മനസ്സിലാക്കണമെന്ന്? പിന്നെ പല്ലവി പുറത്ത് എന്റെ കൂടെ വന്നാല് ആ ഇന്ദ്രൻ അവൻ ഏതു സമയത്തും എന്ത് പ്രശ്നം ഉണ്ടാക്കാം, അതറിയാലോ. അപ്പൊ അതറിഞ്ഞിട്ടാണോ സേതുവേട്ടൻ എന്നെ ഇവിടെ നിർത്തിയിട്ട് പോണത്? പക്ഷെ പല്ലവി, എന്റെ അവസ്ഥ എന്താ ഒന്നും മനസ്സിലാക്കാത്തത്? ഇനിയും കേട്ട് ഞാൻ ഇവിടെ നിൽക്കണമെന്നാണോ? ഋതു പറയുന്നത് പിന്നെ സഹിക്കാം. പക്ഷെ പൂർണിമാമ അമ്മയുടെ ഭാഗത്തുനിന്നൂടെ ഇത് കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിയണില്ല. ജീവിതമാകുമ്പോ ഇങ്ങനെ പല പ്രതിസന്ധികളും വരും സേതുവേട്ട. അതെല്ലാം നമ്മൾ തരണം ചെയ്തേ പറ്റൂ. അതിനെല്ലാം പ്രതിവിധി ദൈവം കണ്ടെത്തി തരും. സേതുവേട്ടനൊന്ന് സമാധാനിക്കുക എന്നൊക്കെ ഇങ്ങനെ പല്ലവി ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ഇല്ല പല്ലവി, എനിക്ക് പോയേ പറ്റൂ. എവിടേക്കെന്ന് ചോദിച്ചപ്പോഴത്തേനും വന്ന വഴിയിലേക്ക് തന്നെ എന്നിങ്ങനെ പറയാണ്. ഈ സമയത്താണ് ശ്രീഹരി കയറി വരുന്നത്. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.